എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സമൂഹത്തിൽ വിവാഹപ്രായമായി നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും പെൺകുട്ടികളെ കിട്ടാനില്ലാത്തൊരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളെ അന്വേഷിച്ചു പോയാൽ ഉടനെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ചെറുക്കനെന്താ ജോലി എന്ന് ചോദിക്കും. സെൻട്രിങ് പണിയാണ്, പ്ലംബിംഗ് ആണ്, വെൽഡിംഗ് ആണ്, വയർമാനാണ്, ഡ്രൈവറാണ്, തുന്നൽ പണിക്കാരനാണ്, അങ്ങനെ ഒട്ടേറെ പണികൾ പറഞ്ഞാൽ അവർക്കൊന്നും പെണ്ണില്ല. ഉടനെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയും ഗവൺമെൻറ് ജോലിക്കാരെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഒന്നോർക്കണം, നിങ്ങൾക്ക് അടച്ചുറപ്പോടുകൂടി മഴയും വെയിലും നനയാതെ, മഴയും വെയിലും കൊള്ളാതെ കിടക്കണമെങ്കിൽ ആ കിടപ്പാടം ഒരു മേശൻ പണി ചെയ്യുന്നവനാണ് നിർമ്മിച്ച് നിങ്ങൾക്ക് തരുന്നത്. അതിൽ വെള്ളവും വെളിച്ചവും എത്തിക്കുന്നത് വയർമാനും പ്ലംബിംഗ് വർക്കും ചെയ്യുന്നവരാണ്. എന്നിട്ട് അവരൊന്നും പെണ്ണന്വേഷിച്ച് വന്നാൽ പെണ്ണില്ല. അതേപോലെ നിങ്ങൾക്ക് അടച്ചുറപ്പോട് കൂടിയിട്ട് അതിനെ അടച്ചുറപ്പ് തരുന്നത് ഒരു ആശാരിപ്പണി ചെയ്യുന്നവരാണ്. അതേപോലെ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ മാനവും മര്യാദയുമായി നടക്കുന്നുണ്ടെങ്കിൽ അതൊരു തുന്നൽ പണിക്കാരൻ സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് അലങ്കരിച്ച് തരുന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അതേപോലെ പാതിരാത്രിയിൽ എവിടെയെങ്കിലും പോയി പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിളിക്കും അവിടെയുള്ള ഒരു ഓട്ടോക്കാരനെ. നിങ്ങളെ വളരെ സുരക്ഷയോടെ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ആ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇവർക്കൊന്നും വിലയില്ല പെണ്ണ് ചോദിച്ചു വരുമ്പോൾ. അതേപോലെ 3 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ വിയർപ്പൊഴുക്കി പണിയെടുത്തത് കൊണ്ടാണ് 3 നേരം അരി ഭക്ഷണം കഴിക്കുന്നതും പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പരിപ്പ്, പയറ് എന്ന് പറയുന്ന വീട്ടാവശ്യത്തിനു വേണ്ട എല്ലാവിധ പാചക സാധനങ്ങളും നമ്മൾക്ക് എത്തുന്നത്. മീൻ കച്ചവടക്കാരൻ വരുന്നുണ്ടെങ്കിൽ മീൻ പേടിച്ച് കറി വെച്ച് കഴിക്കാം. മീൻ കച്ചവടം ചെയ്യുന്നവനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കടയിൽ പോയി ഇറച്ചി വെട്ടുന്നവൻ്റെ നിന്ന് ഇറച്ചി മേടിച്ച് കഴിക്കാം. അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് എല്ലാ സാധനവും എത്തിച്ചു തരാൻ ആൾക്കാർ വേണം. പക്ഷേ അതേപോലെ അവരെയൊന്നും വിവാഹം കഴിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഇതെല്ലാം ഒരു സർക്കാർ ജോലിക്കാരൻ നിങ്ങൾക്ക് ചെയ്തു തരുമോ? അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാർക്ക് ഇതെല്ലാം ചെയ്തു തരാനായിട്ട് സാധിക്കുമോ? അതെന്തുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നില്ല? ഈ സമൂഹത്തിൽ എല്ലാവർക്കും സർക്കാർ ജോലി വേണമെങ്കിൽ അത്രമാത്രം സർക്കാർ ജോലി കൊടുക്കാനൊന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. എല്ലാ ജോലിക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ പറയുന്ന ഓരോരുത്തരും ഓർക്കുക. എന്നിട്ട് എല്ലാവർക്കും വിവാഹം കഴിക്കുവാൻ പെൺകുട്ടികളെ കൊടുക്കുകയും വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാതെ ഞങ്ങൾ ഇന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ജോലിക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ അവർക്ക് മാസം 30,000 50,000 വരുമാനമുണ്ടെങ്കിൽ അവർ മേടിക്കുന്നത് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കടയിലെല്ലാം പറ്റെല്ലാം തീർത്ത് വരുമ്പോൾ അവരുടെ കയ്യിൽ വെറും 500-1000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ അവന് കിട്ടുന്ന പൈസ അന്നന്നാൾ ചിലവാക്കി പോകുന്നു. മാസവരുമാനമുള്ളവർ മാസം തരാമെന്ന് പറഞ്ഞ് പല ഇടങ്ങളിൽ നിന്നും പറ്റുപിടിക്കുന്നു. മാസം ശമ്പളം കിട്ടുമ്പോൾ അതെല്ലാം കൊടുക്കുന്നു. അതേപോലെ ഒരു കൂലിപ്പണിക്കാരൻ ഒരു വിവാഹത്തിന് വിളിച്ചാൽ 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരന് 500 നിൽക്കില്ല, അവർ 1000 കൊടുക്കും. അതേപോലെ അവർക്ക് എല്ലാവിധ ചടങ്ങുകളും വിളികൾ വരും, അവിടെയെല്ലാം പങ്കെടുക്കേണ്ടതായി വരും. അവിടെയും അവർക്ക് പൈസയ്ക്ക് ചിലവുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് എല്ലാവർക്കും കിട്ടുന്ന പൈസയ്ക്ക് അതിൻ്റേതായ ചിലവുകളുണ്ട്. എല്ലാവരും അതിനനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മത്തിക്കച്ചവടം ചെയ്യുന്നവനും ജീവിക്കുന്നുണ്ട്, അല്ലാതെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സന്തോഷകരമായി നിങ്ങളുടെ മകളെ ആരാണോ സംരക്ഷിക്കുന്നത് അവർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ ഇന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സമൂഹത്തിൽ എല്ലാ ജോലികളും ചെയ്യുന്നവർ വേണമെന്ന് ഇനിയെങ്കിലും ഓർക്കുക. അതുകൊണ്ട് എല്ലാവർക്കും വിവാഹം കഴിച്ചു കൊടുക്കുവാനായി ഇനിയെങ്കിലുമുള്ള മാതാപിതാക്കൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.